റെസ്റ്റോറൻ്റ് മീഡിയ എന്നിവിടെ റിവ്യൂ ചെയ്യുന്ന പടത്തിൻ്റെ പേര് പെണ്ണ് കേസ്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് നിഖില വിമൽ, അക്കീം ഷാജഹാൻ, ഇർഷാദ് അലി, പിന്നെ രമേശ് പിഷാരടി, അജു വർഗീസ്, പിന്നെ പിന്നെ ശിവജിത്ത് പത്മനാഭൻ, പിന്നെ ഗെയിമിയായിട്ട് ബാലൻ. പടം ഉണ്ടായിരുന്നു ഫിബിൻ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഇതിന് 7 റേറ്റിങ്. പടത്തിന് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഷബീർ മുഹമ്മദാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫി ഷിനോസ് എന്ന് പറഞ്ഞ ഒരാളാണ്, പുതിയതാണെന്ന് തോന്നുന്നു. മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് അനികിത് മേനോൻ. പിന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്തത് ഉമേഷ് ബൻസൽ, ഏതോ പുതിയ ആളാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഈ ഫോറിൻ ടൈംസ് ഉമേഷ് ബൻസലാണോ എനിക്ക് അറിയില്ല കറക്റ്റ്, എൻ്റെ സംശയം പറഞ്ഞതേ ഉള്ളൂ. ഇത്രയാണ്. അവർ അവരുടെ ആർട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡിസൈനിങ് യെല്ലുദൂത്സാണ്. ഇത്രയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ. പിന്നെ ശ്രീകാന്ത് കുട്ടിയാരും ഒരു ഗെയിം ചെയ്തിട്ടുണ്ട്, പറയാൻ പറഞ്ഞതാണ്. പിന്നെ ആർക്കരി നാസറുണ്ട് സിനിമയിൽ, അവരുടെ പേര് ഞാൻ മറന്നായിരിക്കുകയാണ്, സോറി. പടം എങ്ങനെയുണ്ട് ചോദിച്ചാൽ നല്ല പടം. ഒരു ഹൈപ്പില്ലാതെ ഞാൻ കണ്ടുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ, എനിക്ക് സത്യം പറഞ്ഞ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു മീൻസ് ഫസ്റ്റ് ഹൈ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റോറി വൈസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പെണ്ണ് തട്ടിപ്പിടെ മീൻസ് വിവാഹ തട്ടിപ്പ്, അതാണ് വിവാഹ തട്ടിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമ എടുത്തിരിക്കുന്നത്. അത് കോമഡി രീതിയിൽ എടുത്തിരിക്കുന്നു, എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലതായിട്ട്. അതൊരു ഹൈലി പോസിറ്റീവാണ്. പിന്നെ നിഖില പോസിറ്റീവ്. പിന്നെ രമേശ് പിഷാരടി ശേഷം കണ്ട് നല്ല സന്തോഷമുണ്ട്. പിന്നെ അജു വർഗീസ് സൂപ്പർ. ബാലയുടെ ക്യാമിയോ, അങ്ങനെ നാളായിട്ട് ഇങ്ങനെ ചവറ് പടങ്ങൾ കയറി വന്നുകൊണ്ടാണ് ക്യാമിയോ വന്നുകൊണ്ടാണ് അവിടെ അങ്ങനെ കംബാക്ക്. ഇതൊക്കെ പിന്നെ മ്യൂസിക് ബീജിയം വാസ് പോസിറ്റീവ്. പിന്നെ ആർട്ട് ഡിസൈനിങ് ഒരു യൂത്ത് എന്ന് പറഞ്ഞ ഒരാളാണ് ടീമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും അത്യാവശ്യം നൈസായിരുന്നു. ബാക്കിയെല്ലാം പോസിറ്റീവ്സാണ്. പിന്നെ നെഗറ്റീവ്സ് ഉണ്ട്. നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ മീൻസ് ഈ സിനിമയുടെ ഡ്യൂറേഷനാണ് 1.25 മണിക്കൂർ സിനിമ. ബട്ട് ഇതിൻ്റെ സ്റ്റോറി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 6 മിനിറ്റ് എടുത്ത് കളയായിരുന്നു തോന്നി. എന്നാൽ കുഴപ്പമില്ല, അതൊരു ആവറേജ് ഉണ്ട്. മീൻസ് ഡ്യൂറേഷനാണ് ചെറിയൊരു പ്രശ്നം തോന്നിയത്. മീൻസ് ഒരു 6 മിനിറ്റൊക്കെ ഇത് ആവശ്യമില്ലാതെ പാട്ട് കയറി വരും, അതാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രശ്നം. പാട്ട് എൻ്റെ ഒരു ആവശ്യമില്ലാന്ന് തോന്നി. പാട്ട് നൈസല്ലെന്നല്ല പറയുന്നത്, ബട്ട് ഇറ്റ്സ് അൺവാണ്ടഡ് ഇൻ ദിസ് മൂവി. അപ്പോൾ അതെടുത്ത് മാറ്റിയായിരുന്നു എന്ന് തോന്നി. അല്ലാതെ വേറെ ഇപ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ക്ലൈമാക്സ് ടെസ്റ്റ് ഇസ് വെരി അൺഎക്സ്പെക്റ്റഡ്. പിന്നെ ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡായിട്ട് ചിരിച്ച് പോയൊരു സാധനമാണ്. മീൻസ് അത് കോമഡി രൂപത്തിലാണ് ചിരിച്ചിരിക്കുന്നത്. ഐ ലവ് ഇറ്റ് ദ ട്വിസ്റ്റ് എ ലോട്ട്. പിന്നെ നിങ്ങൾ ഈ സിനിമ ഉണ്ടാവില്ല. പിന്നെ എനിക്ക് വേറൊന്നും പറയാനില്ല, ബാക്കിയെല്ലാം പോസിറ്റീവ്സാണ്. അപ്പോൾ നിങ്ങൾ ഞാൻ ഇത് പറഞ്ഞത് 5 മണിക്ക് ബ്രഹ്മണ ഇപ്പോഴാണ് വീട്ടിലെത്തിയത്. അപ്പോൾ എന്തായാലും ഞാൻ പോയി കിടക്കട്ടെ, ഇനി എന്താ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക,
ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറഞ്ഞ വെച്ചാൽ അത് നമുക്ക് സാധിക്കുക. അപ്പോൾ ബൈ ബൈ ഡെൽറ്റ